ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററി ഹോട്ട് ടോപ്പിക്സ് ആണ്. അപ്പം നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയാണ് തന്നിരിക്കുന്നത്. ജനറലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും തന്നെ 2021 തുടങ്ങി 2025 വരെ നടന്ന എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിലും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ജനറലി ഈ എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീം അനലൈസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 2021 തുടങ്ങി 2025 വരെ നടന്ന എല്ലാ ഘട്ടങ്ങളിലുമായിട്ട് നടന്ന ക്വസ്റ്റ്യൻസാണ് അനലൈസ് ചെയ്തത്. ഇപ്പം ഞാനൊരു ഓർഡറിലാണ് 2021 തുടങ്ങി 2025 വരെ അങ്ങനെ ഒരു ഓർഡറിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇപ്പം ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ നിന്ന് എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൂടുതലും കണ്ടിട്ടുള്ളത് മാർത്താണ്ഡവർമ്മ റിലേറ്റഡ് ആണ്. പക്ഷെ എന്നാലും ബാക്കി എല്ലാവരുടെയും തന്നെ ക്വസ്റ്റ്യൻസ് വേറെ ഇപ്പം 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മയെന്ന് സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട് 2 ഘട്ടത്തിലും. പക്ഷേ എന്നാലും ബാക്കി എല്ലാവരുടെയും തന്നെ പല ഇയേഴ്സിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരുടെയും പഠിക്കണം. അപ്പോൾ ട്രാവൻകൂർ ഹിസ്റ്ററി, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ കേരള, പിന്നെ ഈ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് അതിനകത്തുനിന്നൊക്കെ എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുപോലെ ഇപ്പം നമ്മൾ റെനൈസൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം റെനൈസൻസ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇപ്പം റിപ്പീറ്റഡായി ചോദിച്ചിരിക്കുന്ന ആൾക്കാരെ വേണേൽ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഇപ്പം ബ്രഹ്മാനന്ദ, ശിവയോഗി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പിന്നെ സ്പെസിഫിക്കലി ഈ റെനൈസൻസ് ലീഡേഴ്സിൻ്റെ കൃതികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും തന്നെ അത് നമുക്ക് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ പല ലഹളകളുണ്ടല്ലോ, കുറിച്യ ലഹള, ആറ്റിങ്കൽ ലഹള, പിന്നെ ഈ മറ്റേ ശ്രീരംഗപട്ടണ ഉടമ്പടി, അതുപോലെ തന്നെ മറ്റേ വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇയറുകൾ അത് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ കുറച്ച് സ്ത്രീകളെ പഠിക്കാനുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ദാക്ഷായിനി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ, ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട്. അത് വളരെ കുറച്ച് ആളുകളാണ് പക്ഷെ നമ്മൾ അവരിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പറ്റിയും പ്രത്യേകം പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ ഓൾറെഡി റെനൈസൻസ് ലീഡേഴ്സിൻ്റെ മെൻഷൻ ചെയ്തല്ലോ, ലൈക്ക് ഇപ്പം വൈകുണ്ഠസ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരെയും പഠിക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 2021, 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കാര്യമാണ്. ഇനി 2023 ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എഗെയിൻ മാർത്താണ്ഡവർമ്മയെന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ യൂറോപ്യന്മാരുടെ കേരളത്തിലെ അവരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി, പിന്നെ എഗെയിൻ റെനൈസൻസിൽ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വാഗ്ഭാടാനന്ദൻ, അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ ഈ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ളത് എപ്പോഴും തന്നെ നമുക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഈ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഫസ്റ്റ് ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 2023 ഫസ്റ്റ് ഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഘട്ടത്തിലോട്ട് വരുമ്പോഴാണെങ്കിലും നമുക്ക് എഗെയിൻ അറൈവൽ ഓഫ് ദി യൂറോപ്യൻസ് ലൈക്ക് വാസ്കോഡി ഗാമയെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് ഇത് എഗെയിൻ ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് റിപ്പീറ്റിംഗ് ആണ്. പിന്നെ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, പിന്നെ ചട്ടമ്പി സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു, ഇവരെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ്. ഇനി 2024 ക്വസ്റ്റ്യൻസിലോട്ട് വരുവാണെങ്കിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഇൻ കേരള എഗെയിൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കല്ലുമാല സമരത്തെയൊക്കെ പറ്റിയിട്ട് അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ഇവരെയൊക്കെ എഗെയിൻ നമുക്കിത് ഇവരെല്ലാവരും തന്നെ ലൈക്ക് ഞാനിത് എടുത്തെടുത്ത് പലരുടെയും പേര് പറയുന്നു. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആൻസറായി വരുന്ന ആളുടെ മാത്രം പോരാ, നമ്മൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആളുകളെയും എല്ലാം പഠിക്കണം. ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇവർ റിപ്പീറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെയാണെന്നുള്ളത്.
കാരണം ഇത്തവണ അയ്യങ്കാളിയെ പറ്റിയാണ് ചോദിച്ചതെങ്കിൽ അടുത്ത തവണ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ചോദിക്കുക, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പറ്റി ചോദിക്കാം, സഹോദരൻ അയ്യപ്പനെ പറ്റി ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരെയും തന്നെ പഠിക്കണം. പിന്നെ ട്രൈബൽ റിവോൾട്ട് ഓഫ് 1812, രാമനമ്പിയുടെയൊക്കെ. പിന്നെ പോർച്ചുഗീസുകാരുടെ മാർത്താണ്ഡവർമ്മ. ഈ 2 ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് ആയിരുന്നു, പക്ഷേ എഗെയിൻ അത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു തീമാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹം. ഇത്രയാണ് 2024 ചോയ്സ്. ഇനി 2025 എഗെയിൻ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള, മറ്റേ നമുക്ക് എപ്പോഴും ഹോർത്തോസ് മലബാറിക്കസ് അല്ലെങ്കിൽ ഈ തുഖ്ഫത്തുൽ മുജാഹിദീൻ അങ്ങനത്തേക്കുള്ളതൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ഈ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സിൽ നിന്ന് എഗെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2ാം ഘട്ടത്തിലാണെങ്കിലും എഗെയിൻ പോർച്ചുഗീസ് വാസ്കോ ഡി ഗാമ, മാർത്താണ്ഡവർമ്മ. പിന്നെ ഈ ലിറ്റററി സോഴ്സസിൻ്റെ മാച്ച് ദ ഫോളോയിങ് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.